നമസ്കാരം. 24ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 16-ാം തീയതി വ്യാഴാഴ്ച, മിഥുനം 32. ഇന്ന് അർജന്റീന ഫൈനലിൽ കടന്ന ദിവസം കൂടിയാണ്. അപ്പോൾ വേൾഡ് കപ്പ് ഫൈനലിൽ സ്പെയിനും അർജന്റീനയും ഏറ്റുമുട്ടും. അല്പ മണിക്കൂറുകൾക്ക് മുമ്പാണ് നമ്മൾക്ക് ആ ഒരു അപ്ഡേറ്റ് കൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായത്. ലോകകപ്പ് ഫൈനൽ, ഫുട്ബോൾ ഫൈനൽ ഇന്ന് നിർണായക പോരാട്ടമാണ് അല്പസമയം മുൻപ് നടന്നത്. അങ്ങനെ പോരാട്ടത്തിൽ അർജന്റീന, അതെ, സെമി ഫൈനൽ പോരാട്ടം അല്ലേ? അതെ, സെമി ഫൈനൽ പോരാട്ടത്തിൽ അർജന്റീന അങ്ങനെ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. ഇതുൾപ്പെടെയുള്ള വിശദമായ വാർത്തകൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തകർത്ത അർജന്റീന ലോകകപ്പ് ഫൈനലിൽ 1-2 ഗോളുകൾക്കാണ് ജയം. തിങ്കളാഴ്ച നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ സ്പെയിനാണ് എതിരാളികൾ. Golcano in association with Maither Eagles FC, Kerala. വിവരങ്ങളുമായി വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവാണ് ചേരുന്നത്. അനിൽ, വെരി ഗുഡ് മോർണിംഗ്. ആ ഫോക്ലൻഡ് ദ്വീപിന്റെ കടുപ്പവും ആ ഒരു വൈരവും ഒക്കെ ഗ്രൗണ്ടിൽ ഇന്നലെ തീർന്നത് അർജന്റീനയുടെ പക്ഷത്തേക്കാണ്. അപ്പോൾ ഒരു പരിധി വരെ പിന്നിൽ നിന്നതിന് ശേഷം വന്ന ആ ജയം. നമുക്കറിയാം, ഈ വേൾഡ് കപ്പിൽ മിക്കവാറും എല്ലാ മാച്ചുകളും ഈ മൊമെന്റം ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നലത്തെ ആ ഒരു മൊമെന്റം ഷിഫ്റ്റിൽ നിന്ന് അർജന്റീന തിരിച്ചു കയറിയിരിക്കുന്നു, വീരോചിതമായി ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയാനാകുമോ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ് പ്രവിത. പറഞ്ഞതുപോലെ തന്നെ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രില്ലർ പോര് ജയിച്ചാണ് അവർ ഫൈനലിലേക്ക് മുന്നേറിയത്. കഴിഞ്ഞ മത്സരം വരെ കണ്ടതല്ല സെമി ഫൈനലിലെ പോരാട്ടത്തിൽ കണ്ടത്. അതിനു മുമ്പ് റാങ്കിങ്ങിൽ മുന്നിലുള്ള ഒരു ടീമിനെ നേരിട്ടിട്ടുള്ളോ എന്നതായിരുന്നു പരിഹാസം ഉണ്ടായിരുന്നത്. അതും ആ കണക്കും എല്ലാം തീർത്തുകൊണ്ടാണ് അർജന്റീന ഒരു ത്രില്ലർ പോര് ജയിച്ച് ഫൈനലിലേക്ക് മാർച്ച് ചെയ്തിരിക്കുന്നത്. ഇംഗ്ലണ്ട് അവരാണ് ആദ്യം ലീഡ് എടുത്തത്. അർജന്റീനയുടെ തോൽവി ഉറപ്പിച്ച ആളുകളാണ് ഭൂരിഭാഗവും ഉണ്ടായിരുന്നത്. പക്ഷേ അർജന്റീനയുടെ മാസ് കംബാക്ക് അത് ഒരിക്കൽ കൂടി കണ്ടു. എങ്ങനെയാണോ ഈജിപ്തിനെതിരെയും കേപ്പ് വെർദേക്കെതിരെയും ഒപ്പം തന്നെ ഒടുവിൽ സ്വിറ്റ്സർലൻഡിനെതിരെയും അർജന്റീന തിരിച്ചു വന്നത്, അതുപോലെ തന്നെ അവസാന മിനിറ്റുകളിൽ അർജന്റീന വളരെ ശക്തമായി തിരിച്ചു വരുന്നത് കണ്ടു. അർജന്റീനയെ ഒരുപക്ഷെ എഴുതിത്തള്ളിയവരാണ്. ഈ മത്സരത്തിൽ വലിയൊരു തോൽവി അർജന്റീന നേരിടുമെന്ന് പറഞ്ഞവരായിരുന്നു പല ഫുട്ബോൾ പണ്ഡിറ്റ്സും ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൻ്റെ ആ ഫുട്ബോളിംഗ് രീതി ഈ ടൂർണമെൻറ്റിൽ മികച്ച രീതിയിൽ മുന്നേറുകയായിരുന്നു. ഇംഗ്ലണ്ട് അർജന്റീനയെ തകർത്തെറിയുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതിയത്. പക്ഷേ മത്സരത്തിൻ്റെ ഒഴുക്ക് അങ്ങനെയായിരുന്നില്ല. തുടക്കം മുതൽ തന്നെ ഇരു ടീമുകളും കൊണ്ടും കൊടുത്തും. അത് ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ പഴയ ഫോക്ലൻഡ് യുദ്ധത്തിൻ്റെ ഓർമ്മകൾ, മറഡോണയുടെ 86-ലെ ആ വിഖ്യാതമായ ദൈവത്തിൻ്റെ കൈ എന്ന് തുടങ്ങി എല്ലാ തരത്തിലും ഒരു യുദ്ധക്കളമായി മാറുന്ന മത്സരമാണ് നമ്മൾ കണ്ടത്. ആദ്യ പകൽ തന്നെ വലിയ രീതിയിൽ കാർഡുകളൊക്കെ തന്നെ പുറത്തിറക്കേണ്ടി വന്നു. 12 ഫൗളാണ് അർജന്റീന കൺസീഡ് ചെയ്തത്. അതോടൊപ്പം തന്നെ 7 ഫൗൾ ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ഓരോ താരങ്ങൾക്ക് കാർഡ് കൊടുക്കേണ്ടിയും റഫറിക്ക് വന്നു. പക്ഷേ ഗോൾ മാത്രം വന്നില്ല. അതിനുശേഷം 55-ാം മിനിറ്റിലാണ് ഗോർഡനിലൂടെ അർജന്റീനയുടെ ഒരു പന്ത് ക്ലിയർ ചെയ്തതിൽ നിന്ന് വന്ന ഒരു പിഴവ്. അതിൽ നിന്ന് ഗോർഡൻ പിന്നീട് നല്ലൊരു മൂവ്മെൻറ്റ്, അതിനുശേഷം ഗോർഡൻ്റെ ഒരു ക്ലാസിക് ഫിനിഷിലൂടെ ഇംഗ്ലണ്ടാണ് ആദ്യം മുന്നിലെത്തുന്നത്. അതിനുശേഷം അർജന്റീനയുടെ ഒരു ഓൾ ഔട്ട് അറ്റാക്കാണ് കണ്ടത്. അവിടെ ഇംഗ്ലീഷ് കോച്ച് തുഷേലിന് പറ്റിയ ഒരു പിഴവും കൂടി എടുത്തു പറയേണ്ടിയിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം ഒരു ഗോളിന് കൂടി ശ്രമിച്ചിരുന്നെങ്കിൽ അർജന്റീന മത്സരത്തിലെ പിന്നീട് ഉണ്ടാവുമായിരുന്നില്ല. പക്ഷേ ലോക ചാമ്പ്യന്മാരെ അർജന്റീന ചെറുതായി കണ്ടു എന്നതാണ് ടുഷേൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പ്രത്യേകിച്ച് ആ നിരയിൽ ലിയോണൽ മെസ്സി എന്ന ഇതിഹാസ താരമുണ്ട് എന്ന കാര്യം അദ്ദേഹം മറന്നുപോകുന്ന കാഴ്ചയാണ് കണ്ടത്. മെസ്സി 39-ാം വയസ്സിലും ഒരു 19-കാരൻ്റെ ചുറുചുറുക്കോടുകൂടി ഗ്രൗണ്ടിൽ വലിയ രീതിയിൽ ഓടിക്കളിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ ഒടുവിൽ അർജന്റീന കാത്തിരുന്ന നിമിഷം 85-ാം മിനിറ്റിൽ വരികയാണ്. അവിടെ എൻസോ ഫെർണാണ്ടസിൻ്റെ ഒരു തകർപ്പൻ റോക്കറ്റ് എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു ഗംഭീര ലോങ് റേഞ്ചറിലൂടെ ഒരു ഉഗ്രൻ ഗോൾ എൻസോ മടക്കുന്നു. അതിന് വഴിയൊരുക്കുന്നത് ലിയോണൽ മെസ്സിയാണ്. അതിനുശേഷം മത്സരം നീണ്ടുപോകുന്നു. എക്സ്ട്രാ ടൈം ഒരിക്കൽ കൂടി അർജന്റീനയുടെ വിജയം വരുന്നത് അവിടെയാണ്. 92-ാം മിനിറ്റിൽ മെസ്സി തന്നെ നൽകിയ ഒരു ക്രോസിൽ നിന്ന്. അത് എടുത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലിയോണൽ മെസ്സി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ തന്നെ മനസ്സിൽ വരിക അദ്ദേഹത്തിൻ്റെ ആ ഇടംകാലാണ്. അതിൽ കൂടി നമ്മൾ ധാരാളം ക്രോസുകളും ഗോളുകളും ഒക്കെ തന്നെ കണ്ടതാണ്. പക്ഷേ ഇത്തവണ അർജന്റീനയുടെ രക്ഷയ്ക്കെത്തുന്നത് ആ വലങ്കാലാണ്. മെസ്സി ഒരു താരത്തെ വെട്ടി ഒഴിഞ്ഞു കൊണ്ടുപോയി വലങ്കാലിൽ കൊണ്ട് ഒരു ക്രോസ് നൽകുന്നു. അത് ഒരു കണ്ണിങ് ക്രോസ്, അല്ലെങ്കിൽ ഒരു അളന്നു മുറിച്ച ക്രോസ്. അത് പോസ്റ്റ് മുന്നിൽ കാത്തു നിൽക്കുകയായിരുന്ന ലൗട്ടോറോ മാർട്ടിനസിൻ്റെ ഒരു ക്ലാസിക് ഫിനിഷ് കൂടിയായപ്പോൾ അർജന്റീന 2-1. അറ്റ്ലാന്റ സ്റ്റേഡിയം പൊട്ടിത്തെറിക്കാൻ, അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള അർജന്റീന
അർജന്റീന ആരാധകരെ സന്തോഷത്തിലാക്കാൻ ഇതിനപ്പുറം എന്ത് വേണമെന്നുള്ള ചോദ്യമാണ് ആ ഗോൾ നൽകുന്നത്. അതിനുശേഷം സമയം നീണ്ടു പോയെങ്കിൽ പോലും ഇംഗ്ലണ്ട് തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ പോലും അർജന്റീന കോട്ട കെട്ടി നിന്നോടുകൂടി 2-1 തകർപ്പൻ ജയത്തോടുകൂടി അങ്ങനെ അർജന്റീന മുന്നേറുകയാണ്. ഈ മത്സരത്തിന് മുമ്പ്, ഈ മത്സരത്തിന് ശേഷം വന്ന ഒരു രസകരമായ കമന്റ് കൂടി പറയേണ്ടിയിരിക്കുന്നു. ലിയോണൽ മെസ്സി ആദ്യമായാണ് ഇംഗ്ലണ്ടിനെതിരെ കളിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ അവരോർത്തില്ല, ഇംഗ്ലണ്ട് ആദ്യമായി ലിയോണൽ മെസ്സിക്കെതിരെ കളിക്കുന്നു എന്ന് പറഞ്ഞാൽ അതായിരുന്നു ശരിക്കും വായിച്ചെടുക്കേണ്ടിയിരുന്നത്. ലിയോണൽ മെസ്സിയുടെ നിറഞ്ഞാടുന്ന കാഴ്ചയാണ് ആ മത്സരത്തിൽ കണ്ടതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ലിയോണൽ മെസ്സി ഒരിക്കൽ കൂടി ഗോൾഡൻ ബൂട്ട് റേസിൽ 1ാം സ്ഥാനത്തേക്ക് ഉയരുന്ന കാഴ്ച കണ്ടു. കഴിഞ്ഞ മത്സരത്തിൽ ഈ മത്സരത്തിൽ ഗോൾ അടിക്കാൻ മെസ്സിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ മെസ്സി 2 കിഡൽ അസിസ്റ്റ് നൽകി. അതോടുകൂടി 8 ഗോളിനൊപ്പം 4 അസിസ്റ്റുമായി ഇപ്പോൾ ഗോൾഡൻ ബൂട്ട് റേസിൽ കിലിയൻ എംബാപ്പയെ മറികടന്ന് 1ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. എംബാപ്പയ്ക്ക് 8 ഗോളും 3 അസിസ്റ്റുമാണുള്ളത്. അപ്പോൾ ലിയോണൽ മെസ്സിക്ക് ഒരിക്കൽ കൂടി ആ സുവർണ ബോളിനൊപ്പം സുവർണ പാതകം കൂടി ചരിത്രത്തിൽ ആദ്യമായി സ്വന്തമാക്കാനുള്ള വലിയൊരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഫൈനൽ, അതും ഒരു വലിയ ഫൈനലായി മാറാനുള്ള കോപ്പ് കൂട്ടിയിട്ടുണ്ട്. കാരണം ലിയോണൽ മെസ്സി അദ്ദേഹത്തിൻ്റെ പഴയ തട്ടകം, അദ്ദേഹത്തിൻ്റെ നാട് കൂടി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന് ഇരട്ട പൗരത്വമുണ്ട്. അർജന്റീനയ്ക്കൊപ്പം തന്നെ സ്പെയിനാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു നാട്. അദ്ദേഹം ദീർഘകാലം കളിച്ചത് സ്പെയിനിലെ ബാഴ്സലോണയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ തൻ്റെ അല്ലെങ്കിൽ വളർത്തുനാടിനെ പോറ്റിയ നാടിനെതിരെയാണ് ലിയോണൽ മെസ്സി കളിക്കാൻ പോകുന്നത്. മെസ്സിക്ക് സ്പെയിനിന് വേണ്ടി കളിക്കാൻ അവസരമുണ്ടായിരുന്നു. പക്ഷേ മെസ്സി ഒരിക്കലും ജന്മനാടിനെ മറന്നിട്ടില്ല, അർജന്റീനയെ മറന്നിട്ടില്ല. അവിടെയാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ തൻ്റെ ഇഷ്ടപ്പെട്ട നാടിനെതിരെ, താൻ ഇപ്പോഴും താമസിക്കുന്ന സ്പെയിനെതിരെ ലിയോണൽ മെസ്സി കളിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ ലിയോണൽ മെസ്സി, ആ ചിത്രം എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മയുണ്ടാവും. ലിയോണൽ മെസ്സി ഒരു പരസ്യത്തിന് വേണ്ടി, യുനെസ്കോയുടെ പരസ്യത്തിന് വേണ്ടി ഒരു ബാത്ത് കുളിപ്പിച്ച ഒരു പയ്യൻ ലെമീൻ യമാൽ എന്ന ആ താരത്തിനെതിരെ, അടുത്ത മെസ്സി എന്നൊക്കെ തന്നെ ലോകം വാഴ്ത്തുന്ന ലെമീൻ യമാലിനെതിരെ ഒരു നേർക്കുനേർ പോരാട്ടം കൂടിയാണ് വരുന്നത്. ഒപ്പം തന്നെ ധാരാളം ലാമാസിയ താരങ്ങൾ, ലിയോണൽ മെസ്സി പന്ത് തട്ടിപ്പടിച്ച ആ ലാമാസിയയിലെ ആ താരങ്ങൾ, ഒരു പിടി താരങ്ങളുണ്ട്, 10ഓളം താരങ്ങൾ സ്പാനിഷ് ടീമിലുണ്ട്. അവർക്കെതിരെയാണ് ലിയോണൽ മെസ്സി എന്ന ലാമാസിയയുടെ ഏറ്റവും വലിയ പ്രൊഡക്റ്റ് കളിക്കാൻ വരുന്നത്. അങ്ങനെ 19-ാം തീയതി മെറ്റ് ലൈഫ് സ്റ്റേഡിയം, ഇപ്പോഴത് ന്യൂ ജേഴ്സി സ്റ്റേഡിയം എന്നാണ് പുനർനാമകരണം ചെയ്തിരിക്കുന്നത്. ആ സ്റ്റേഡിയത്തിൽ വരാനിരിക്കുന്നത് ഒരു അത്യുഗ്രൻ കളിയാണ്. ഒരുപക്ഷെ മറ്റേതൊരു മത്സരത്തിനും അർജന്റീനയല്ല ഒരു വശത്തെങ്കിൽ ആ ഫൈനൽ ഒരു വിരസമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അർജന്റീനയോളം മെസ്സിയോളം ഓറയുള്ള മറ്റൊന്നും ഇപ്പോൾ ഫുട്ബോളിനില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ലിയോണൽ മെസ്സി അത് വല്ലാത്തൊരു സംഭവം തന്നെയാണെന്ന് ഒരിക്കൽ കൂടി അടിവരയുന്ന പ്രകടനമാണ് ഈ ലോകകപ്പ് തെളിയിക്കുന്നത്. 2022 ഖത്തറിൽ നമ്മളെല്ലാം തീർന്നു, ഇനി അയാൾക്കൊന്നും തെളിയിക്കാനില്ല എന്നാണ് കരുതുന്നത്. പക്ഷേ ലിയോണൽ മെസ്സിയോട് ഒരു മാസ് പ്രകടനം അത് വീണ്ടും ആവർത്തിക്കുന്നു. തുടർച്ചയായ ഈ ലോകകപ്പിലെ എല്ലാ മത്സരത്തിലും അദ്ദേഹം ഗോൾ നേടുന്നു, അല്ലെങ്കിൽ അതിന് അസിസ്റ്റ് നൽകുന്നു. കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ഗോൾ ഒഴിഞ്ഞു നിന്നപ്പോൾ 2 മത്സരത്തിലും അസിസ്റ്റ് നൽകിയാണ് മെസ്സി ടീമിനെ സഹായിക്കുന്നത്. അദ്ദേഹം ഒരിക്കൽ കൂടി ആ ലോക കിരീടം ചൂടുമോ, അതോടുകൂടി അന്താരാഷ്ട്ര ഫുട്ബോളിന് വിട പറയുമോ എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. നല്ല ഒരു ചെറിയ കാര്യം കൂടെ, കാരണം ഈ ലോകകപ്പിൽ ഏറ്റവും പ്രായം കൂടിയ ടീമാണ് അർജന്റീന. ശരാശരി പ്രായം എന്ന് പറയുന്നത് 29.2 ഒപ്പം തന്നെ അർജന്റീനയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ടീമൊന്നുമല്ല. അവരുടെ ഒരു മൊത്തം ടീം സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ശരാശരി ടീം എന്നൊക്കെ പറയാം. പക്ഷെ അവർ ഏറ്റുമുട്ടാൻ പോകുന്നത് ഫൈനലിൽ ഒരു യങ് ടീമിനോടാണ്, ഈ പറയുന്ന ലെമീൻ യമാലിന്റെ ടീമിനോടാണ്. അപ്പോൾ ഈ മെസ്സി എന്ന എക്സ് ഫാക്ടർ ആയിരിക്കുമോ, അതോ യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്ന സ്പെയിനിന്റെ ശക്തി ആയിരിക്കുമോ? എന്തായിരിക്കും ഫൈനലിൽ അനിൽ കണക്ക് കൂട്ടുന്നത്? അത് സത്യത്തിൽ ഈ ഘട്ടത്തിൽ അപ്രോചനീയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ അർജന്റീനയുടെ ഒരു ബെസ്റ്റ് 11 എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല. അർജന്റീന എല്ലാ മത്സരങ്ങളിലും വലിയ വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ ടീം സെലക്ഷൻ. ഒരുപക്ഷെ ടീം സെലക്ഷൻ കിട്ടാവുന്ന ഏറ്റവും നല്ല 11 തന്നെയാണ് അർജന്റീന കൂടെ കൂട്ടിയിരിക്കുന്നത്. 26 അംഗ സംഘത്തെ തന്നെയാണ് കൂടെ കൂട്ടിയിരിക്കുന്നത്. പക്ഷേ അവിടെ എടുത്തു പറയേണ്ട ഒരേ ഒരാൾ ലിയോണൽ മെസ്സി തന്നെയാണ്. മെസ്സി കൂടെ ഉള്ളപ്പോൾ അർജന്റീനയ്ക്ക് ഒരു എക്സ്ട്രാ എനർജി, എക്സ്ട്രാ ബൂസ്റ്റ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ താരം വരുന്നതോടുകൂടി കളി എങ്ങനെയാണ് ഓരോ ഘട്ടത്തിലും മാറി മറയുന്നതെന്ന് നമ്മൾ ബാഴ്സലോണയുടെ കുപ്പായത്തിലും അല്ലെങ്കിൽ ഇന്റർ മയാമിയുടെ കുപ്പായത്തിലും ഒടുവിൽ ഇപ്പോൾ അർജന്റീനയുടെ, അത് എല്ലാ കാലത്തുമാണ് അർജന്റീനയുടെ കുപ്പായത്തിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ എതിരെ വരുന്നത് ഒരു പിടി യുവതാരങ്ങൾ, ഒപ്പം തന്നെ ലാ ഫ്യുവന്തയുടെ തകർപ്പൻ തന്ത്രങ്ങൾ കൂടി വരുമ്പോൾ അതൊരു നല്ല ക്ലാഷ് തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. ഇരു ടീമുകൾക്കും അറിയാം എന്താണ് ലിയോണൽ മെസ്സി എന്ന്. ലിയോണൽ മെസ്സിയെ കണ്ടുപിടിച്ചവരും അല്ലെങ്കിൽ കണ്ടു വളർന്നവരുമായിരിക്കും എല്ലാ ബാഴ്സലോണ പ്ലേയേഴ്സും അല്ലെങ്കിൽ സ്പെയിൻ്റെ പല പ്ലേയേഴ്സും. അതേസമയം ലിയോണൽ മെസ്സിക്ക് അറിയാത്ത സ്പെയിൻ അല്ലല്ലോ അത് എന്ന മറ്റൊരു ചോദ്യം കൂടിയുമുണ്ട്. എന്തായാലും ഒരു ഉഗ്രൻ ക്ലാഷ് തന്നെയായിരിക്കും അതുണ്ടാകുക. അതിൻ്റെ ഒരു ഹൈലൈറ്റ് അല്ലെങ്കിൽ അതിലെ ഒരു ഹെഡ്ലൈൻ എന്ന് പറയുന്നത് ലെമീൻ യമാൽ വേഴ്സസ്
ലിയോണൽ മെസ്സി എന്നത് തന്നെയായിരിക്കും. എന്തായാലും ഉഗ്രൻ പോര അതിന് തന്നെയാണ് കാത്തിരിക്കുന്നത്. ലിയോണൽ മെസ്സി ഒരിക്കൽ കൂടി ലോക കിരീടം ചൂടുമോ, അതോ ലെമീൻ യമാലിൻ്റെ ഒരു സ്ഥാനാരോഹണം അല്ലെങ്കിൽ ഒരു നമ്മൾ അധികാര കൈമാറ്റമായിരിക്കുമോ അവിടെ ഉണ്ടാവുക എന്നതാണ് വലിയ ചോദ്യമായി വരുന്നത്. പക്ഷേ ഈ നിമിഷത്തിൽ വലിയ സന്തോഷം, അല്ലെങ്കിൽ ലിയോണൽ മെസ്സിയെ സ്നേഹിക്കുന്ന ആളുകളുടെ സന്തോഷം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിനെ പോലെ വലിയൊരു ടീമിനെ, അല്ലെങ്കിൽ കരുത്തിൻ്റെ കാര്യത്തിൽ മുന്നിലുള്ള ഒരു ടീമിനെ, അത് ഒരു വാക്കുകൂടി പറയേണ്ടിയിരിക്കുന്നു. ലിയോണൽ മെസ്സിയെ പറയുന്ന പേര് ഗോട്ട് എന്നാണ് ഇതിഹാസങ്ങളിൽ ഇതിഹാസം, അതായത് ആടെന്ന് വിശേഷിപ്പിക്കാം. ഒരു ആട് ഒരു സിംഹപ്പടയെ കടിച്ചു കീറുന്ന അല്ലെങ്കിൽ വേട്ടയാടുന്ന കാഴ്ചയാണ് അറ്റ്ലാന്റയിൽ കണ്ടത് ക്രിസ്റ്റീന. ഓക്കെ, എന്തായാലും മെറ്റ് ലൈഫിൽ ആ കാൽപന്തിന്റെ ആവേശം മുഴുവൻ കാലുകളിലേക്ക് ആവാഹിച്ച ഏറ്റവും നല്ലൊരു ഫൈനൽ ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, എന്തായാലും അർജന്റീന ഫൈനലിൽ എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകർ എവിടെയാണ് ലോകത്തെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായും അർജന്റീന ആ ഒരു രാജ്യത്തിന് തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ഫുട്ബോളിൻ്റെ കാര്യം പറയുമ്പോൾ ബ്രസീൽ എന്തായാലും ഈ അടുത്തേക്കൊന്നും എത്തിയതുമില്ല. അപ്പോൾ എന്താണ് അർജന്റീനൻ ആരാധകർക്ക് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഒരിക്കൽ കൂടി മാസ് കംബാക്ക് നടത്തിയതിൻ്റെ ആവേശത്തിലാണ് അർജന്റീന ആരാധകർ. ഇത്തവണ കപ്പ് ഉറപ്പാണെന്നാണ് ആരാധകർ പറയുന്നത്. ഈ ലോകകപ്പിലെ ഏറ്റവും നിർണായകമായ സെമി പോരാട്ടത്തിനായി ഒരിക്കൽ കൂടി അർജന്റീന കളത്തിലിറങ്ങിയപ്പോൾ അർജന്റീന തെളിയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 2022 ഖത്തർ വേൾഡ് കപ്പിൽ അർജന്റീന എവിടെ വെച്ചാണോ അവസാനിപ്പിച്ചത് ആ കനക കിരീടത്തിലേക്ക് ഒരിക്കൽ കൂടി എത്താതെ ഈ ടീം അർജന്റീനയിലേക്ക് മടങ്ങില്ല എന്ന വസ്തുതയാണ് ഈ സെമി ഫൈനൽ മത്സരത്തിൽ കരുത്തരായ ഇംഗ്ലണ്ടിനെതിരെയും വിജയിച്ചുകൊണ്ട് അർജന്റീനയും അർജന്റീന ആരാധകരും പങ്കുവെക്കുന്നത്. ഒരിക്കൽ കൂടി അർജന്റീന ഇതാ തിരിച്ചു വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ഇന്ന് ഈ മത്സരത്തെ കണ്ടിട്ടല്ലേ പേടിയാണ് ബ്രോ, ഇപ്പോഴും ഹാർട്ട് നേരെ ആവണില്ല. പക്ഷെ ലാസ്റ്റ് നിമിഷം വരെ അർജന്റീനയുടെ ഒരു വിശ്വാസമുണ്ട്. ഒരു ഘട്ടത്തിൽ പിറകിപ്പോയി, ഭയപ്പെട്ടിരുന്നു. നമുക്കറിയാം കംബാക്ക്. ഇന്നിപ്പോ കളി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൽ എവിടെ അവസാനിപ്പിച്ചു ആ കനക കിരീടത്തിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾ എത്തുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുപോലെ കപ്പെടുക്കും നമ്മുടെ വിശ്വാസം. ഇംഗ്ലണ്ട് അല്ല, ഇനി സ്പെയിൻ വന്നാലും ഞങ്ങൾ കപ്പെടുക്കും. അതാണ് ഞങ്ങളുടെ ഊർജിതം. മെസ്സി 2ാം ലോകകപ്പ് തുടർച്ചയായിട്ട് എടുക്കാൻ 64 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഒരു ടീം തുടർച്ചയായിട്ട് വേൾഡ് കപ്പ് എടുക്കാൻ പോവാണ്. സ്പെയിനെ ഞങ്ങൾ 2026 അർജന്റീന തൂക്കും. ഫൈനലിൽ ഞങ്ങൾ കപ്പടിച്ചിരിക്കും. ഇവിടെ കടുത്ത അർജന്റീനൻ ആരാധകരാണ് ഇവിടെ ഇപ്പൊ തടിച്ചുകൂടിയിരിക്കുന്നതെന്ന് വ്യക്തം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഗോളിനല്ല, ഇനി എത്ര ഗോളിന് പിന്നിൽ നിന്നാലും ശരി, അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അർജന്റീന ഏറ്റവും കരുത്തരായ ടീമാണ്. ഈ വേൾഡ് കപ്പിലെ അവരെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ അർജന്റീന ആരാധകർ പറയുന്നത് 47 ടീമുകൾ അപ്പുറത്തും അർജന്റീന ഇപ്പുറത്തും എന്നാണ്. എന്ന് പറഞ്ഞാൽ അർജന്റീന കരുത്തിന് സമാഹരിക്കാൻ കഴിയുന്ന, അതിനോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു ടീമും ഈ വേൾഡ് കപ്പിൽ ഇല്ല എന്ന് തന്നെയാണ്. അത് ഓരോ കളി കഴിയുമ്പോഴും അവരും അർജന്റീനൻ ടീമും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും 20-ാം തീയതി അമേരിക്കയിലെ ഈ ഫിഫ വേൾഡ് കപ്പിന്റെ അവസാന കളി, ആ ഫൈനൽ കളി, അതും ലാമിൻ യമാലും ഒയർസബാലും അങ്ങനെ ലോകോത്തര സ്പെയിൻ താരങ്ങൾക്കെതിരെ അർജന്റീന ഒരിക്കൽ കൂടി കളത്തിലിറങ്ങുമ്പോൾ ആ കനക കിരീടം ഒരിക്കൽ കൂടി അർജന്റീനയുടെ ഷെൽഫിലേക്ക് വരുമെന്ന വിശ്വാസവും പ്രതീക്ഷയും തന്നെയാണ് ഇവിടെ തടിച്ചുകൂടിയ ഈ ആയിരക്കണക്കിന് ആരാധകർ പങ്കുവെക്കുന്നത്. ത്രില്ലർ പോരിൽ ഇംഗ്ലണ്ടിനെ തകർത്തതിന്റെ ആവേശത്തിലാണ് അർജന്റീന ആരാധകർ. മെസ്സിക്ക് വേണ്ടി ഒരിക്കൽ കൂടി അർജന്റീന ലോകകപ്പിൽ മുത്തമിടുമെന്നാണ് ആരാധകർ പറയുന്നത്. ഫൈനലിലേക്ക് അർജന്റീന കടക്കുമ്പോൾ വലിയ ആവേശത്തിൽ തന്നെയാണ് കോഴിക്കോട് പുതിയ പാലത്തെ ആരാധകർ. ആ ആവേശവും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത്രത്തോളം ആവേശം ഫൈനൽ കപ്പ് സാമ്പാർ വലിയ ആവേശത്തിൽ തന്നെയാണ് കോഴിക്കോടുമുള്ളത്. പ്രത്യേകിച്ചത് ഫുട്ബോളിനെ അത്രത്തോളം സ്നേഹിക്കുന്ന കോഴിക്കോട്ടെ കാഴ്ചയാണ്. പ്രത്യേകിച്ച് അർജന്റീന ഫാൻസിന്റെ അത്രത്തോളം ആവേശമാണ് ഈ കാണുന്നത്. ഈ ഏറ്റവും ഉദ്യോഗം മത്സരമായിരുന്നു. ആ മത്സരത്തിൽ വലിയ ആവേശത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന കാഴ്ചകൾ അങ്ങനെ തന്നെയാണ്. വലിയ ആവേശമായിരുന്നു ഈ 2 മണിക്കൂർ പുതിയ പാലത്ത് ഈ 90 മിനിറ്റിലും കണ്ടെത്തിയത്. വലിയ ആവേശത്തിൽ തന്നെ ആരാധകർ നിന്നു. കപ്പ് ഇത്തവണ അർജന്റീന 2ാമതും കപ്പ് തൂക്കുമെന്ന ആവേശം
ആവേശത്തിൽ തന്നെയാണ് ഇതിലുള്ളത്. കപ്പ് കപ്പ് അർജന്റീന തൂക്കുമോ? വിഷ്ണു കച്ചേരിക്കൊപ്പം അജി കുഞ്ഞമോൻ, 24 കോഴിക്കോട്. വലിയ സന്തോഷത്തിലാണ് അർജന്റീന ആരാധകർ എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത്. ഇനി നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. ഹോർമുസിന് സമീപം ഇറാന്റെ തെക്കൻ തീരത്തെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് 5ാം ദിനവും അമേരിക്കയുടെ ആക്രമണം തുടരുന്നു. ഹോർമുസ് കടലിടുക്കിൽ ചരക്ക് കപ്പലുകൾക്ക് ഭീഷണിയായി സൈനിക താവളങ്ങളാണ് ആക്രമിച്ചതെന്ന് അമേരിക്കൻ സൈന്യം അറിയിച്ചു. യുദ്ധത്തെ സ്വാഗതം ചെയ്യുന്നില്ല എന്നും എന്നാൽ ദേശസുരക്ഷ സംരക്ഷിക്കാൻ സജ്ജമായിരിക്കണമെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗേർ പറഞ്ഞു. കുവൈറ്റിലും ബഹ്റൈനിലും ഇറാന്റെ ആക്രമണം തുടരുകയാണ്. വിവരങ്ങളുമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയും UAEയിൽ നിന്ന് മുഹമ്മദ് റഹീസും ചേരുകയാണ്. ആദ്യം നമ്മൾ പോകുന്നത് മധു കൊട്ടാരക്കരയിലേക്കാണ്. മധു, ഗുഡ് ഈവനിങ്. അപ്പോൾ എന്താണ് ഇപ്പോൾ അമേരിക്കയുടെ ഒരു നിലപാട്? ഇനിയും ഒരു വെടിനിർത്തലിലേക്ക് അല്ലെങ്കിൽ ഇനി കരാർ സാധ്യതകളിലേക്ക് അത്തരത്തിലുള്ള ചർച്ചകളില്ല എന്ന് തന്നെയാണോ? ഗുഡ് മോർണിംഗ് പ്രവിത, ക്രിസ്റ്റീന. സമ്മിശ്ര പ്രതികരണമാണ് അമേരിക്കയുടെ ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് തന്നെ വരുന്നത്. ഇന്നലെ രാത്രിയിലും ഇറാനെതിരെ വീണ്ടും അമേരിക്കയുടെ കനത്ത ആക്രമണം നടന്നു എന്നുള്ള വാർത്തകളാണ് ഈ പ്രഭാതത്തിൽ നമ്മളെ തേടിയെത്തുന്നത്. ഇറാന്റെ ഗ്രേറ്റ് ട്യൂണപ്പ് ദ്വീപില് അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയിട്ടുണ്ട്. ഏകദേശം 90 മിനിറ്റോളം നീണ്ട ഒരു ആക്രമണമായിരുന്നു. ഇറാന്റെ തീരദേശ പ്രതിരോധ സംവിധാനങ്ങൾ, അതുപോലെ ക്രൂയിസ് മിസൈൽ സംഭരണ വിക്ഷേപണ കേന്ദ്രങ്ങളുമൊക്കെ അമേരിക്ക ഈ ആക്രമണത്തിൽ ലക്ഷ്യമിട്ടായിരുന്നു. അത് മാത്രമല്ല, ഹോർമൂസ് കടലിടുക്കിലൂടെ ഈ കാർഗ് ദ്വീപിലേക്ക് ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ച് ഇറാന്റെ ഒരു കപ്പൽ പോകുന്നുണ്ടായിരുന്നു. അവിടെയും അമേരിക്ക ഈ കപ്പലിന് നേരെയും മിസൈൽ പ്രയോഗിച്ചതായിട്ടുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. ഇറാന്റെ പല ഭാഗത്തും ശക്തമായ സ്ഫോടന പരമ്പരകൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. പോർട്ട് സിറ്റിയായ ബന്ദർ അബ്ബാസ്, അതുപോലെ തെക്കൻ നഗരങ്ങളിൽ അഹ്വാസ്, അതുപോലെ ചബഹാർ തുടങ്ങി പല ഭാഗത്തും വൈകിട്ടോടെ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായതായിട്ടാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനിടെ തെക്ക് പടിഞ്ഞാറൻ ഇറാനിലെ അഹ്വാസിലുള്ള കുട്ടികളുടെ ഒരു ക്യാൻസർ ആശുപത്രിക്ക് സമീപം അമേരിക്കൻ മിസൈൽ പതിച്ചു. അതിനെ തുടർന്ന് അടിയന്തരമായിട്ട് അവിടുന്ന് രോഗികളെയും കുടുംബങ്ങളെയും ഒക്കെ ഒഴിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അതേസമയം അമേരിക്കയുടെ നാവിക ഉപരോധം പുനരാരംഭിച്ചതിന് ശേഷം ഇറാന്റെ IRGC, അതായത് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, വളരെ ശക്തമായ മുന്നറിയിപ്പ് അമേരിക്കക്ക് നൽകിയിരിക്കുകയാണ്. അമേരിക്ക അതുപോലെ അമേരിക്കയുടെ ചില സഖ്യകക്ഷി രാജ്യങ്ങളും അവർക്ക് എണ്ണയും അതുപോലെ പ്രകൃതിവാതകം കയറ്റുമതി പാതകൾ അടിയന്തരമായിട്ട് ആവശ്യമായിട്ടുണ്ട്. അത് അടച്ചുപൂട്ടാൻ തയ്യാറെടുക്കുകയാണെന്നാണ് ഇവർ മുന്നറിയിപ്പ് നൽകുന്നത്. എന്നാൽ ഇത് ഏത് റൂട്ടാണ് ഇവർ അടച്ചുപൂട്ടുന്നതെന്ന് അല്ലെങ്കിൽ ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഒരുപക്ഷെ ചെങ്കടലാകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഈ നയതന്ത്ര ശ്രമങ്ങളെ ശക്തമായി ന്യായീകരിച്ചുകൊണ്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇറാനുമായി ഒരു തരത്തിലുള്ള ചർച്ചകളും സാധ്യമല്ലെന്ന് പറയുന്ന പല അമേരിക്കക്കാരുണ്ട്. അതുപോലെ മറ്റു പല രാജ്യങ്ങളുടെ പ്രതിനിധികളുണ്ട്. അവരോടൊക്കെ തനിക്ക് കടുത്ത നിരാശയാണെന്നാണ് JD വാൻസ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് സൈനിക ശക്തിയിലൂടെ മാത്രമല്ല ഈ യുദ്ധം ജയിക്കാനാകുന്നത്, നയതന്ത്രത്തിലൂടെയും കൂടിയാണെന്നാണ് വാൻസ് പറഞ്ഞു വെക്കുന്നത്. അതേസമയം നേരത്തെ പ്രവിധ സൂചിപ്പിച്ചതുപോലെ യുദ്ധത്തെ അന്നും ഇന്നും ഒരു കാലത്തും സ്വാഗതം ചെയ്യുന്നതല്ലെന്നാണ് ഇറാൻ സ്പീക്കർ മുഹമ്മദ് ബഗേർ ഗാലിബാഫ് പറയുന്നത്. ഇദ്ദേഹമാണ് പല മധ്യസ്ഥ ചർച്ചകൾക്കും ഇറാന് വേണ്ടി നേതൃത്വം നൽകിയത്. അദ്ദേഹം പറയുന്നത് ദേശീയ സുരക്ഷ താല്പര്യം സംരക്ഷിക്കുവാൻ വേണ്ടി ഇറാൻ ജനത സജ്ജമായിരിക്കണമെന്നാണ്. അതുപോലെ ഇറാൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒരു റിപ്പോർട്ടും ഈ സമയത്ത് വരുന്നുണ്ട്. ഏതാണ്ട് അമേരിക്കൻ ആക്രമണങ്ങളിൽ, ഇപ്പോൾ നടന്ന ആക്രമണങ്ങളിൽ ഇറാനിൽ ഏകദേശം 35 പേർ കൊല്ലപ്പെട്ടു, 300-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ടാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പ്രവിത, കൃഷ്ണ. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയതിന്. നമ്മൾ UAEയിലേക്ക് പോവുകയാണ്. എന്താണ് ഗൾഫിലെ സാഹചര്യം എന്നറിയേണ്ടതുണ്ട്. മുഹമ്മദ് റഹീസ് ചേരുന്നു. റഹീസ്, ഗുഡ് മോർണിംഗ്. എന്താണ് നിലവിലെ അവസ്ഥ? എത്രത്തോളം ശക്തമായ ആക്രമണമാണ് ഇറാൻ ഇന്നലെ നടത്തിയതെന്ന് നമ്മൾ കണ്ടതാണ്. നിലവിൽ ഇത്തരത്തിലുള്ള അലേർട്ടുകളൊക്കെ വരുന്നുണ്ടോ? ആകെ ഗൾഫ് രാജ്യങ്ങളുടെ നിലവിലെ സാഹചര്യം എങ്ങനെ? പ്രവിത, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിലവിൽ ബഹ്റൈനിലും കുവൈറ്റിലും ആക്രമണം നടന്നിട്ടുണ്ട്. ബഹ്റൈനിൽ ഇന്ന് പുലർച്ചെ 2 തവണ ആക്രമണം ഉണ്ടായെന്ന് പറയാൻ. 12 മണിക്ക് ശേഷം 2 തവണയാണ് അവിടെ അലേർട്ട് നൽകിയിട്ടുള്ളത്. അതിൽ രണ്ടാമത്തെ തവണ തന്നെ ഒരു അലേർട്ട് വീണ്ടും പുതുക്കി നൽകുക കൂടി ചെയ്തു. അപ്പോൾ 2ാം തവണ ഏതാണ്ട് കുറച്ചു സമയം നീണ്ടു നിന്നൊരു ആക്രമണം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ബഹ്റൈനിൽ ആക്രമണം ഉണ്ടായി. കുവൈറ്റിലും പുലർച്ചെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ കുവൈറ്റിൽ ഉണ്ടാകുന്ന ആക്രമണം പല ഭാഗങ്ങളിലാണ് ആയിട്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ബഹ്റൈനിൽ ഏതാണ്ട് ഒരേ കേന്ദ്രം ലക്ഷ്യമിട്ട് തന്നെയാണ് ഈ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. കുവൈറ്റിൽ നിന്ന് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് അവർ ഇന്നലെ മാത്രം 21 ഡ്രോണുകളും
4 മിസൈലുകളും നേരിട്ടിട്ടുണ്ട് എന്ന് അവിടെ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് കനത്ത ആക്രമണം തന്നെ നേരിട്ടിട്ടുണ്ട് എന്ന് പറയാം. കാരണം ഈ ആദ്യഘട്ടത്തിലെ യുദ്ധത്തിന്റെ അവസാന സമയം ഇറാൻ ആക്രമിച്ചത് ഇത്രയധികം ആയുധങ്ങൾ ഉപയോഗിച്ച് അവസാന ഘട്ടത്തിൽ ആക്രമിച്ചിട്ടില്ല. അതിനുശേഷം രണ്ടാം ഘട്ടം തുടങ്ങുമ്പോഴും ഇത്തരത്തിലുള്ള കണക്കുകളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഏതാണ്ട് പഴയതിലേക്ക് പോകുന്ന തരത്തിൽ തന്നെ കണക്കുകൾ അവതരിപ്പിച്ച് ഇത്തരം ആക്രമണമാണ് തങ്ങൾ നേരിട്ടത്, ഇത്രയും തീവ്രമായ ആക്രമണം തങ്ങൾ നേരിടുന്നുണ്ട് എന്ന് കുവൈറ്റ് അറിയിക്കുകയാണ്. ബഹ്റൈനിൽ നിന്നും ആ നിലയ്ക്ക് കണക്കുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ അവിടെയും നിലവിൽ 1 മണിക്കൂറിന് മുൻപ് 2 തവണയാണ് അലേർട്ട് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏതാണ്ട് 4 മണിക്കൂർ മുൻപും 2 തവണ അലേർട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ തീവ്രമായ ആക്രമണം തന്നെ ബഹ്റൈനിലും നടന്നിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളിലൊന്നും നിലവിൽ എന്തായാലും ആക്രമണമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ അങ്ങനെ ആക്രമണം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 2 ദിവസം എടുത്താൽ ഒരു 48 മണിക്കൂർ മുതൽ 56 മണിക്കൂർ വരെയൊക്കെയും കണക്കെടുത്തു കഴിഞ്ഞാൽ അത്ര വലിയ ആക്രമണം മറ്റ് രാജ്യങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കുവൈറ്റ് കേന്ദ്രീകരിച്ചും ബഹ്റൈൻ കേന്ദ്രീകരിച്ചും തുടർച്ചയായി ആക്രമണം ഉണ്ടാകുന്നതും ഒരേ ദിവസം തന്നെ 2 തവണയോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണ ആക്രമണം ഉണ്ടാകുന്നതും ആശങ്കയുയർത്തുന്നതാണ്. അറബ് ലീഗ് ഈ ആക്രമണങ്ങളെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഓരോ ഗൾഫ് രാഷ്ട്രങ്ങളും ഈ ആക്രമണങ്ങളെ അപലപിക്കുന്നുണ്ട്. പക്ഷേ കൂട്ടായ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ചെറുക്കാൻ, തടുക്കാൻ, ഇറാനെ പ്രതിഷേധം അറിയിക്കാൻ അല്ലെങ്കിൽ ലോകവേദികളിൽ അത്തരത്തിലൊരു സംസാരം ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. ആ തരത്തിലുള്ള ചർച്ചകളും ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. എന്തായാലും രാവിലെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഈ സമയത്ത് ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയും നിലവിൽ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. പ്രവിത, ചെറിയതാണ് ഗൾഫ് രാജ്യങ്ങളിലെ സാഹചര്യം. പ്രത്യേകിച്ച് ബഹ്റൈനും കുവൈറ്റിനുമെതിരെ അതിശക്തമായിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്നത്. എന്തായാലും അതിനൊരു അവസാനം വേണം എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. ഒരുപാട് മലയാളികൾ താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ആക്രമണം നടക്കുമ്പോൾ തീർച്ചയായും മലയാളികളുടെ മനസ്സിൽ എപ്പോഴും ഒരു ആശങ്ക നിലനിൽക്കുന്നതുമാണ്. ഇറാനെതിരെ വീണ്ടും കടുത്ത നടപടികളുമായി അമേരിക്ക. ഇറാന്റെ സൈന്യത്തിന് രഹസ്യമായ ആയുധങ്ങൾ എത്തിക്കാൻ സഹായിച്ച 7 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി. ഇറാന്റെ ആയുധക്കടത്ത് ശൃംഖലകളെ പൂർണ്ണമായും തകർക്കുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതാണ് അമേരിക്കയുടെ ഈ നടപടിക്ക് കാരണം. പല വിദേശ കമ്പനികളെയും ബാങ്കുകളെയും മറയാക്കിയാണ് ഇറാൻ ഈ ആയുധക്കടത്ത് നടത്തിയതെന്നാണ് അമേരിക്കയുടെ ആരോപണം. ഇറാന്റെ ആയുധ നിർമ്മാണത്തെ സഹായിക്കുന്ന കള്ളപ്പണ ശൃംഖലകളെ തകർക്കുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് മുന്നറിയിപ്പ് നൽകി. കപ്പലുകളുടെ സുരക്ഷയ്ക്കായി ഇറാനിലെ പല സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും US സൈന്യം ആക്രമണം നടത്തി. ഇതിന് തിരിച്ചടിയായി കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാനും പ്രഖ്യാപിച്ചതോടെ വലിയ യുദ്ധഭീതിയാണ് നിലനിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് 24. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ കോൺഗ്രസിൽ തലവേദന. നിയമനത്തെ എതിർത്ത KSUവിന്റെ ലോയേഴ്സ് കോൺഗ്രസിന്റെയും നിലപാട് മുഖ്യമന്ത്രി VD സതീശൻ തള്ളിയതോടെയാണ് പ്രതിസന്ധി കനത്തത്. ലോയേഴ്സ് കോൺഗ്രസ് തന്ന ലിസ്റ്റ് അനുസരിച്ചാണ് ആളുകളെ തീരുമാനിച്ചത് എന്ന വാദം സംഘടനാ പ്രസിഡന്റ് തള്ളി. മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച പേരുകളിൽ പരിഗണന ലഭിച്ചില്ലെന്ന നിലപാടിലാണ് ലോയേഴ്സ് കോൺഗ്രസ്. പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ KSUവിനും എതിർപ്പുണ്ട്. കർണാടകയിലെ ഷിരൂർ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് ഇന്നേക്ക് 2 വർഷം. 2024 ജൂലൈ 16 രാവിലെയുണ്ടായ വൻ മണ്ണിടിച്ചിൽ വലിയ ദുരന്തമാണ് വിതച്ചത്. മലയാളി ലോറി ഡ്രൈവറായ അർജുനെ കണ്ടെത്താനുള്ള ശ്രമം സമാനതകളില്ലാത്തതായിരുന്നു. 72 ദിവസങ്ങൾക്ക് ശേഷം ഗംഗാവാലി പുഴയിലെ ലോറിയിൽ നിന്നാണ് അർജുന്റെ മൃതദേഹം കണ്ടെത്തിയത്. കർണാടക ഷിരൂരിലെ ദേശീയപാത 66-ൽ 2024 ജൂലൈ 16 രാവിലെ 8:15 ദുരന്തമുണ്ടായത്. മണ്ണും പാറയും ചെളിയും ദേശീയപാതയിലേക്ക് ഇരച്ചെത്തി. ഒരു ചായക്കടയും സമീപത്തെ വീടുകളും തകർന്നു. മലയാളി ഡ്രൈവറായ അർജുൻ ഉൾപ്പെടെ നിരവധി പേരെ കാണാതായി. തുടർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും മഴ തടസ്സമായി. 3 ഘട്ടങ്ങളിലായിരുന്നു തിരച്ചിൽ. കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ സജീവമായി രംഗത്ത്. തിരച്ചിൽ പേരിന് മാത്രമേ ഉള്ളൂവെന്ന് അർജുന്റെ ബന്ധുക്കളുടെ ആരോപണം. NDRFും നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരും തിരഞ്ഞിട്ടും ശ്രമം വിഫലമായി. ജൂലൈ 20 പുഴയിൽ സോണാർ, റഡാർ പരിശോധനകൾ നടത്തി. ജൂലൈ 25 തിരച്ചിലിന് മലയാളി മേജർ ജനറൽ M ഇന്ദ്രപാലനും സംഘവും എത്തി. ജൂലൈ 27 സന്നദ്ധ പ്രവർത്തകൻ ഈശ്വർ മാൽപ്പയും സംഘവും തിരച്ചിലിൽ പങ്കാളികളായി. ജൂലൈ 28 ദൗത്യം താൽക്കാലികമായി നിർത്തിയെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് ദൗത്യം തുടരുമെന്ന് അറിയിപ്പ്.
പല വാഹനങ്ങളുടെയും ഹൈഡ്രോളിക് ചാക്കിയും മറ്റു ഭാഗങ്ങളും കിട്ടിയെങ്കിലും അർജുന്റെ ലോറിയുടേതെന്ന് സ്ഥിരീകരിക്കാനായില്ല. തിരച്ചിലിന്റെ രണ്ടാം ഘട്ടം ഓഗസ്റ്റ് 13-നാണ് ആരംഭിച്ചത്. ഓഗസ്റ്റ് 14-ന് നാവികസേന ലോറിയിലുണ്ടായിരുന്ന വടം കണ്ടെത്തി. തിരച്ചിലിന്റെ മൂന്നാം ഘട്ടം സെപ്റ്റംബർ 20-ന് ആരംഭിച്ചു. ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ച് തിരച്ചിൽ തുടങ്ങി. സെപ്റ്റംബർ 21-ന് മറ്റൊരു ലോറിയുടെ സ്റ്റിയറിംഗ്, ക്ലച്ച്, ടയർ എന്നീ ഭാഗങ്ങൾ കണ്ടെത്തി. സെപ്റ്റംബർ 22-ന് അധികൃതരുമായുള്ള തർക്കത്തെ തുടർന്ന് ഈശ്വർ മാൽപേ തിരച്ചിൽ നിർത്തി. സെപ്റ്റംബർ 23-ന് ഇന്ദ്രബാലന്റെ നേതൃത്വത്തിൽ വീണ്ടും തിരച്ചിൽ. ഒടുവിൽ 72 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം സെപ്റ്റംബർ 25-ന് ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ പുഴയിൽ ലോറി കണ്ടെത്തി. ക്യാബിനും അർജുന്റെ മൃതദേഹ ഭാഗങ്ങളും. റിസർച്ച് ഡെസ്ക് 24. ഒത്തുതീർപ്പിലെത്തിയ എറണാകുളം മലയിടം തുരുത്ത് പര്യത്തുകാവ് ഉന്നതിയിലെ ഭൂമി തർക്കത്തിൽ 7 കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം ഇന്നാണ്. രാവിലെ 11-ന് മന്ത്രി റോജി എം ജോൺ ശിലാസ്ഥാപനം നിർവഹിക്കും. സ്പോൺസർഷിപ്പ് അടിസ്ഥാനത്തിൽ സർക്കാർ മുൻകൈയെടുത്ത് 1 വർഷത്തിനുള്ളിലാണ് വീടുകൾ നിർമ്മിച്ചു നൽകുക. വിവരങ്ങളുമായി ലിഡിയ ജേക്കബ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ലിഡിയ, വെരി ഗുഡ് മോർണിംഗ്. എനിക്ക് തോന്നുന്നു ഈ സർക്കാരിന് മുന്നിൽ വന്ന ആദ്യ പ്രതിസന്ധികളിൽ ഒന്നായിരുന്നു ഈ മലയിടം തുരുത്ത് വിഷയം. മന്ത്രി റോജി എം ജോൺ ആണെങ്കിലും മറ്റ് പ്രതിനിധികളാണെങ്കിലും അത് ചർച്ചയിലൂടെ പരിഹാരം കണ്ടു. ഇന്നെന്തായാലും അവരുടെ ആ പുതിയ പ്രതീക്ഷകളിലേക്ക്, പുതിയ കൂരയിലേക്ക് അവർ പോകുന്നതിന്റെ ആദ്യ പടിയിലേക്ക് പോവുകയാണല്ലോ. തീർച്ചയായും അത് തന്നെയാണ്. ഏകദേശം 5 പതിറ്റാണ്ടോളം പരിഹാരമാകാതെ നിന്ന ഭൂതർക്കമാണ്. തുടർന്ന് വലിയ പ്രതിഷേധങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മൾ കണ്ടിരുന്നു. അത്തരത്തിൽ ഈ സർക്കാർ അധികാരത്തിൽ കയറിയ ശേഷം ഉണ്ടായിരുന്ന ആദ്യത്തെ ഒരു പ്രതിസന്ധി, ആദ്യത്തെ ഒരു കടമ്പ എന്ന് പറയുന്നത് ഈ പര്യത്തുകാവ് മലയിടം തുരുത്തിലെ കുടുംബങ്ങൾക്ക് ഒരു അത്തരത്തിലുള്ള പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നുള്ളതായിരുന്നു. അതിൽ ചർച്ചകളിലൂടെ, നീണ്ട ചർച്ചകളിലൂടെയാണ് പരിഹാരം കണ്ടെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കുടുംബങ്ങൾക്ക് 7 കുടുംബങ്ങൾക്ക് വീടൊരുങ്ങുകയാണ്. ഇന്ന് ഏകദേശം 11 മണിയോടെയാണ് ഈ ചടങ്ങുകളൊക്കെ ആരംഭിക്കുക. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ആണ് ഈ ചടങ്ങ് നിർവഹിക്കുക. തറക്കല്ലിടൽ അടക്കമുള്ള ചടങ്ങുകൾ മന്ത്രി നിർവഹിക്കും. ബെന്നി ബെഹനാൻ MP ഒപ്പം മറ്റ് ജനപ്രതിനിധികളടക്കം പങ്കെടുക്കും എന്നുള്ളതാണ്. എന്തായാലും കുറേ കാലങ്ങളായി വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു. വലിയ സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന വലിയ സമര പോരാട്ടങ്ങൾ അടക്കം കണ്ട ഒരു സ്ഥലം കൂടിയാണ്. അവരുടെ ആവശ്യം, അതായത് ഈ 7 കുടുംബങ്ങളുടെയും ആവശ്യം കൂടി പരിഗണിച്ചാണ് സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനം എത്തിയത്. നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇത്തരത്തിലേക്കൊരു തീരുമാനം എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 1000 ചതുരശ്ര അടിയിൽ കുറയാത്ത നല്ല ഒരു വീട് തന്നെയാണ് സർക്കാർ ഒരുക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഈ സ്പോൺസർഷിപ്പ് അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇങ്ങനെ വീട് ഒരുക്കി നൽകുന്നത് എന്നുള്ളതാണ്. എന്തായാലും അതിന്റെ ആദ്യ പടിയാണ് ഇന്ന് നടക്കാനായി പോകുന്നത്. ഇന്ന് 11 മണിക്കാണ് ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ഒരു ഭൂ ഉടമയുമായിട്ടുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ, മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള വലിയ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടന്നു. അത്തരത്തിൽ 5 സെന്റ് വീതം ഈ കുടുംബങ്ങൾക്ക് നൽകണം. അതോടൊപ്പം തന്നെ ഇവർക്കുള്ള വീടുകളിലേക്കുള്ള വഴിക്കായി ഒരു 3 സെന്റ് അടക്കം നൽകണമെന്നടക്കം തീരുമാനിച്ചു. ഈ വീട് നിർമ്മിച്ച് പൂർത്തിയാകുന്നതുവരെ, അതിലേക്ക് കയറി താമസിക്കുന്നത് വരെ ഈ കുടുംബങ്ങൾക്ക് നിലവിലുള്ള വീടുകളിൽ തന്നെ താമസിക്കാം എന്നുള്ളതാണ്. അതുവരെ വീട് ഒഴിയേണ്ടതില്ല. അതൊരു വലിയ ആശ്വാസം തന്നെയായിരുന്നു ഈ കുടുംബങ്ങളെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് ഈ ഒരു കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഇവർ സമരത്തിലേക്കും പ്രതിഷേധങ്ങളിലേക്കും ഒക്കെ ഇറങ്ങിയത്. കുട്ടികളടക്കമുള്ള ആളുകളാണ് തങ്ങളുടെ ഭൂമിക്കായി ഒരു വലിയ സമര പോരാട്ടങ്ങളിലേക്ക് ഇറങ്ങിയത്. വലിയ കാഴ്ച നമ്മൾ കണ്ടു. പലതവണ വലിയ പ്രശ്നങ്ങളിലേക്ക് അത് പോയി എന്നുള്ളതാണ്. പെരുമ്പാവൂർ മുൻസിഫ് കോടതി ഉത്തരവ് പ്രകാരം ഈ അടുത്ത കാലത്താണ് ഈ കുടിയൊഴിപ്പിക്കലിലേക്ക് നീങ്ങിയത്. അത്തരത്തിൽ കോടതി ഉത്തരവ് പ്രകാരം ഈ കുടിയൊഴിപ്പിക്കാനായി അധികാരികൾ എത്തുന്നു. തുടർന്ന് ഈ നിലവിലുള്ള താമസക്കാർ അതിനെ എതിർക്കുന്നു. വലിയ പ്രശ്നങ്ങളിലേക്ക് അത് കടക്കുന്നു. വലിയ പ്രതിഷേധങ്ങളിലേക്ക്, സമര പോരാട്ടങ്ങളിലേക്ക് അത് കടക്കുന്നു. പലരെയും അറസ്റ്റ് ചെയ്ത് നീക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായി. അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും ഒക്കെ ഒടുവിലാണ് ആ ഒരു തർക്കത്തിനാണ് ഇപ്പോൾ പരിഹാരം കാണുന്നത്. മൊത്തത്തിലുള്ള 5 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന ആ ഒരു ഭൂത്ത് തർക്കത്തിന് പരിഹാരം കാണുന്നു. അവർക്ക് ഒഴിയേണ്ടതില്ല. അവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നു. വീട് ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അതേ മണ്ണിൽ തന്നെ വീട് ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള സ്ഥലം ഉടമയ്ക്ക് തന്നെ നൽകാനും അന്ന് തീരുമാനമായിട്ടുണ്ട്. വിവരങ്ങളുമായി ചേരുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ്. കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധം കടുപ്പിച്ച് രാജ്യതലസ്ഥാനത്ത് ഇന്ന് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ കൂട്ടനിരാഹാരം. പരിസ്ഥിതി, വിദ്യാഭ്യാസ അവകാശങ്ങൾ, പ്രവർത്തകൻ
അവകാശ പ്രവർത്തകൻ സോനം വാങ്ചുക്കിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് നിരാഹാര സമരം നടത്തുന്നത്. പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ജന്തർ മന്ദറിലെ സമരവേദിയിൽ എത്തും. വിവരങ്ങളുമായി ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അച്യുതൻ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ആ സമരവേദിയിൽ വീണ്ടും അരവിന്ദ് കെജ്രിവാൾ എത്തുന്നു. നമുക്കറിയാം ആം ആദ്മി പാർട്ടിയുടെ ഒരു ജനനമൊക്കെ എങ്ങനെയാണെന്ന്. ഇപ്പോൾ ഈ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട വലിയ കൺസേൺസ് രാജ്യത്തുണ്ട്. അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കണമെന്ന നിർദ്ദേശം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കാം ഇന്നത്തെ ഒരു സമര രീതി? പ്രവിത ക്രിസ്റ്റിന, ഗുഡ് മോർണിംഗ്. ഞാനിതാ ഇപ്പോൾ ഉള്ളത് ഈ CJPയുടെ സമരവേദിയിലാണ്. ഡൽഹി ജന്തർ മന്ദറിലെ സമരവേദിയിലാണ്. ഇന്ന് ഏതാണ്ട് 27 ദിവസം പിന്നിടുകയാണ് CJPയുടെ പ്രതിഷേധം. അതിൽ സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം ഇന്ന് 19ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഏതാണ്ട് 3 ആഴ്ചയിലേക്ക് അടുക്കുമ്പോൾ അദ്ദേഹം ഇപ്പോഴും ആ നിരാഹാര സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വഷളാകുന്നു എന്നാണ് CJP ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത്. CJPയുടെ സ്ഥാപകൻ അഭിജിത്ത് ദീപിക തന്നെ സോനം വാങ്ചുക്കിനോട് ആവശ്യപ്പെട്ടു ഈ നിരാഹാര സമരം അവസാനിപ്പിക്കണം. കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമാകുന്ന സാഹചര്യത്തിലാണ് ആ ഒരു അഭ്യർത്ഥന നടത്തിയത്. ഇന്നലെ ശശി തരൂർ MPയും അദ്ദേഹത്തിന്റെ ആരോഗ്യ നില സംബന്ധിച്ചിട്ട് ഈ നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്നൊരു ആവശ്യം നടത്തി. പക്ഷേ അദ്ദേഹം ഒരു തരത്തിലും പിന്മാറില്ല എന്ന് തന്നെയാണ് അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാട്. ഇതുവരെയും ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് നടത്തുന്ന CJPയുടെ പ്രതിഷേധത്തിൽ അനുകൂല സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഒരു ചർച്ചയ്ക്ക് പോലും ഇതുവരെയും CJPയുടെ പ്രതിനിധികളെ കേന്ദ്ര സർക്കാർ ക്ഷണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സമരവുമായി മുന്നോട്ട് പോകും. ഈ വരുന്ന 20-ന് പാർലമെന്റ് മാർച്ച് നടത്തുവാനും CJP തീരുമാനിച്ചിട്ടുണ്ട്. നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ രാത്രിയും പകലുമെല്ലാം ഇവിടെ തന്നെ ഒത്തുകൂടി ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എത്തിയവരെ നമുക്ക് കാണാം. അവർ ഇവിടെ തന്നെയാണ് കഴിയുന്നത്. അതായത് ഈ റോഡുകളിൽ തന്നെയാണ് അവർ ഉറങ്ങുന്നതടക്കം ഇവിടെയാണ് നടത്തുന്നത്. ഒപ്പം തന്നെ വിദ്യാർത്ഥികളും ഈ ഒരു നിരാഹാര സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. സോനം വാങ്ചുക്കിനൊപ്പം തന്നെ വിദ്യാർത്ഥികളും ഈ നിരാഹാര സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്നലെ 18 ദിവസം പിന്നിടുന്നു, ഇന്ന് 19ാം ദിവസത്തിലേക്ക് കടക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ. എന്തായാലും ഇതുവരെയും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരത്തിനും ഒപ്പം തന്നെ CJPയുടെ പ്രതിഷേധത്തിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ഇവിടെ ഈ സമരവേദിയിലേക്ക് എത്തുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ ഇവിടേക്ക് വന്നിരുന്നുവെങ്കിലും പാർട്ടിയുടെ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ഈ സമരവേദിയിൽ എത്തുന്നത് ആദ്യമായാണ്. എന്തായാലും അപ്പോഴും ചില വിമർശനങ്ങൾ രാഹുൽ ഗാന്ധി ഇവിടെ എത്താത്തതിനെ കുറിച്ചൊക്കെ ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ന് ഈ സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൂട്ട നിരാഹാര സമരം ഇരിക്കാനും CJP തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം പൂർണ്ണമായും ഈ സമരവേദിയിലുള്ളവർ നിരാഹാരം ഇരിക്കുമെന്നാണ് CJP സ്ഥാപകൻ അഭിജിത്ത് ദീപിക അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം എന്നുള്ളത് നിർബന്ധിപ്പിച്ച് സോനം വാങ്ചുക്കിന് ഭക്ഷണം നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സാമൂഹ്യ പ്രവർത്തകർ നൽകിയ ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചതിനെ തുടർന്നാണ് ഇന്ന് തന്നെ പരിഗണിക്കാമെന്ന് ഡൽഹി ഹൈക്കോടതി അറിയിച്ചത്. അതിൽ കേന്ദ്രത്തോടും ഡൽഹി സർക്കാരിനോടും ഡൽഹി ഹൈക്കോടതി മറുപടി തേടിയിട്ടുണ്ട്. എന്തായാലും അതും ഏറെ നിർണായകമാണ്. അതിൽ എന്താണ് കോടതി എടുക്കുന്ന തീരുമാനം? ഏതെങ്കിലും തരത്തിൽ കോടതി ഹർജിക്കാരന്റെ ആവശ്യത്തിനനുസരിച്ചൊരു ഉത്തരവ് പുറപ്പെടുവിക്കുമോ? അതെന്തായാലും അതും നിർണായകമായിട്ടുള്ളൊരു ഘടകമാണ്. എന്തായാലും സമരത്തിൽ നിന്ന് പിന്മാറില്ല. കേന്ദ്ര സർക്കാർ ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജി ആവശ്യപ്പെടുന്നതുവരെ സമരമായി മുന്നോട്ട് പോകുമെന്ന നിലപാടിലാണ് CJP. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. CJPയുടെ നിരാഹാര സമരം ഇന്ന് നടക്കാനിരിക്കുക വേദിയുടെ തൊട്ടടുത്ത് നിന്നാണ് അർജുന ഈ വിവരങ്ങൾ നൽകിയത്. മാത്രമല്ല, ഈ നിരാഹാര സമരത്തിന്റെ ഭാഗമാകണമെന്നാണ് ഇന്നലെ അഭിജിത്ത് ദീപിക ആഹ്വാനം ചെയ്തത്. മറ്റൊരു വാർത്തയിലേക്കാണ്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച ഭിന്നത പരിഹരിക്കാൻ CPIM നേതൃത്വം വീണ്ടും CPIയുമായി ചർച്ച നടത്തും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമാകും ചർച്ച നടത്തുക. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം നൽകാനാവില്ല എന്ന കാര്യം CPIയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. പിണറായി വിജയൻ നേരിട്ട് സംസാരിക്കുന്നതോടെ CPIയെ അനുനയിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. രണ്ട് ദിവസത്തെ CPI നേതൃയോഗങ്ങൾ ഇന്നും നാളെയുമായി ഡൽഹിയിൽ ചേരും. ഇന്ന് ദേശീയ സെക്രട്ടേറിയറ്റും നാളെ ദേശീയ എക്സിക്യൂട്ടീവും ചേരും. സെപ്റ്റംബർ 1-ന് CPI ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ബദ്ലാവ് സരൂരി ഹേ എന്ന മഹാറാലിയുടെ മുന്നൊരുക്കങ്ങളാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. കേരളത്തിലെ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകളും യോഗത്തിലുണ്ടാകും. ഇതിനു പുറമെ അയോധ്യ രാമക്ഷേത്ര സംഭാവനക്കുള്ള നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിലക്കയറ്റം, തൊഴിലില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങളിൽ ഭാവി പരിപാടികളും ചർച്ചയാകും. There are several issues which we are going to discuss. Already our party CPI has given a call for nationwide
political campaign. That is, change is necessary. Change is imperative in the prevailing situation in the country. The government led by Ms. Modi has completely failed. It continues to pursue disastrous policies which are affecting the livelihood of the poor and toiling masses. So our party decided to go for a political campaign. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. റിപ്പോർട്ട് നൽകാൻ SIT കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഉത്തർപ്രദേശ് സർക്കാർ തീരുമാനം അറിയിച്ചിട്ടില്ല. കാണിക്ക എണ്ണുന്നതിലും ബാങ്കിലേക്ക് പണം മാറ്റുന്നതിലും ഉണ്ടായ വീഴ്ചകൾ, ക്ഷേത്രം ജീവനക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും പങ്ക്, സുരക്ഷാ വീഴ്ചകൾ, CCTV ദൃശ്യങ്ങളുടെ പരിശോധനാഫലം എന്നിവ ഉൾപ്പെടുന്ന നിർണായക വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന. ഉത്തർപ്രദേശ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് പരിശോധിക്കും. ശേഷം കുറ്റക്കാർക്കെതിരായ നിയമ നടപടികൾ സ്വീകരിക്കും. ഉത്തരാഖണ്ഡ് ബദരീനാഥ് ക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ നിർണായക CCTV ദൃശ്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്. സംഭാവന എണ്ണിത്തിട്ടപ്പെടുത്തുന്ന സമയത്ത് പ്രതി പ്രമോദ് നൌട്ടിയാൽ പണം മോഷ്ടിക്കുന്നത് CCTVയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടില്ല എന്നാണ് SIT പറയുന്നത്. അച്യുതൻ വീണ്ടും ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പോൾ ഈ വിഷയത്തിൽ പ്രമോദ് നൌട്ടിയാൽ എന്താണ് പറയുന്നത്? അന്വേഷണവുമായി കൃത്യമായി സഹകരിക്കുന്നുണ്ടോ ഈ ചോദ്യം ചെയ്യലിൽ? അന്വേഷണ സംഘം അവരുടെ കയ്യിൽ ചില തെളിവുകളുണ്ട്. ആ തെളിവുകളുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിൽ ഇദ്ദേഹം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളല്ല നൽകുന്നതെന്ന് റിപ്പോർട്ടുകളുണ്ടല്ലോ. കൃഷ്ണ പ്രവിത, ഈ അയോധ്യ രാമക്ഷേത്ര കൊള്ളയ്ക്ക് പിന്നാലെയാണ് ഈ ബദ്രീനാഥ് ക്ഷേത്രത്തിലും ഇത്തരത്തിൽ സംഭാവന കൊള്ള നടന്നതായുള്ള ആരോപണങ്ങൾ ഉയരുന്നതും അതിൽ അന്വേഷണം ആരംഭിച്ചതും. എന്തായാലും അതിനൊടുവിലാണ് പ്രതി പ്രമോദ് നൌട്ടിയാലെ അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം 4 തവണ ഈ സംഭാവന പണം മോഷ്ടിച്ചതായിട്ടാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. അത് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ ജൂണിൽ 3 തവണയും ജൂലൈ മാസത്തിൽ 1 തവണയും പണം മോഷ്ടിക്കുന്നതായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ അതിനു മുൻപ് പ്രതി ഇത്തരത്തിൽ പണം മോഷ്ടിച്ചിട്ടുണ്ടാകാം എന്നാണ് SIT പറയുന്നത്. പക്ഷേ ഈ പഴയ CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ല. അതൊരു വെല്ലുവിളിയായി തന്നെ ഉയരുന്നുണ്ട്. എന്തായാലും അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ കൂടി നടക്കുന്നുണ്ട്. പ്രതി എന്നാൽ മോഷ്ടിച്ച സാധനങ്ങളൊന്നും തന്നെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. അത് കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്നാൽ പ്രതിയെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ പ്രതി കുറ്റം സമ്മതിക്കാൻ തയ്യാറായില്ല. മറിച്ച് താൻ ഇത് ചെയ്തിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും കൂടുതൽ കസ്റ്റഡിയിൽ തേടിക്കൊണ്ട് ഒരു വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനാണ് SIT തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ട്രസ്റ്റിൻ്റെ തന്നെ ഒരു ആഭ്യന്തര സമിതിയും സമാനമായി അന്വേഷണം നടത്തുന്നുണ്ട്. ഒപ്പം സർക്കാരിൻ്റെ തന്നെ ഇടപെടലായിട്ടുള്ള SITയുടെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും പ്രതിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് SIT പങ്കുവയ്ക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കൊള്ള നടത്തിയ പണം അത് എവിടെ ഉപയോഗിച്ചു അല്ലെങ്കിൽ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സാമ്പത്തിക ക്രമക്കേടിൽ അന്വേഷണം നടത്തുന്നതിലെ ആഭ്യന്തര വകുപ്പ് തീരുമാനം ഉടൻ. ആരോഗ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന് അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനകൾ നടക്കുന്നത്. 2019-21 കാലഘട്ടത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ ക്രമക്കേട് നടന്നുവെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട്. വിവരങ്ങളുമായി സജു ചാമക്കാലയിൽ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. സജു, വെരി ഗുഡ് മോർണിംഗ്. ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? പ്രവിത, വെരി ഗുഡ് മോർണിംഗ്. ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് 46 ലക്ഷം രൂപയുടെ അഴിമതി അല്ലെങ്കിൽ ക്രമക്കേടാണ് 2019 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ നടന്നതെന്നാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്നത്. അതുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിക്ക് സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണത്തിന് ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുന്നത്. വിജിലൻസ് അന്വേഷണം ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. 2019 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിലെ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നടത്തിയ അഴിമതി, പ്രത്യേകിച്ച് ഹോസ്പിറ്റലിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതിയുടെ കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിലെ പുതിയ ബിൽഡിങ്ങുകൾ പണിയുന്നതിൽ വലിയ തോതിലുള്ള അഴിമതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ബിൽഡിങ്ങിന്റെ കാലപ്പഴക്കം, ഒപ്പം തന്നെ അവയുടെയൊക്കെയും ബലക്കുറവ്
അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വലിയ തോതിലുള്ള ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് 46 ലക്ഷം രൂപയുടെ അഴിമതി ഉണ്ടെന്നുള്ള വാർത്തകൾ ഓഡിറ്റ് റിപ്പോർട്ടായിട്ട് തന്നെ ഇപ്പോൾ സർക്കാരിന്റെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആഭ്യന്തര വകുപ്പ് ഉടൻ ഒരു പ്രത്യേക അന്വേഷണ വിഭാഗത്തെ നിയോഗിക്കുമെന്നോ അതല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് എത്താൻ സാധ്യത. എന്തായാലും വലിയ തോതിൽ പ്രത്യേകിച്ച് PSC അഴിമതി, അതോടൊപ്പം തന്നെ എല്ലാ മേഖലയിലും കഴിഞ്ഞ 2 സർക്കാരുകളുടെ കാലഘട്ടത്തിൽ വലിയ തോതിലുള്ള അഴിമതി ആരോപണങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രി ഡെവലപ്മെന്റ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് 46 ലക്ഷം രൂപയുടെ അഴിമതിയിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്നപ്പോൾ ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടത്. ഇത് സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രിയെ ഉടൻ സംസാരിക്കുന്നതിന് ശേഷമായിരിക്കും അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്ന കാര്യത്തിലടക്കമുള്ള ഒരു തീരുമാനത്തിലും ഉണ്ടാകുക. സജു ചാമക്കാലയിലാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് വാണിയംകുളത്ത് നിന്നും 3 അംഗ കുടുംബത്തെ കാണാതായിട്ട് 7 ദിവസം പിന്നിടുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ മുതലാണ് വാണിയംകുളം പനിയൂർ കൃഷ്ണകൃപ വീട്ടിൽ ബാബു ഭാസ്കർ, ഭാര്യ രമാദേവി, മകൻ വിഷ്ണു എന്നിവരെ കാണാതായത്. മൂവരുടെയും ഫോണുകൾ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. ഷൊർണൂർ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കർണാടകയിലും മൈസൂരുവിലും ഉൾപ്പെടെ തെരച്ചിൽ നടത്തുകയാണ്. വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് കേസിലെ പ്രതി ജിതിൻ ഭാസ്കറിന് ജാമ്യം റദ്ദാക്കണമെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഹർജിയിൽ കോടതി ഇന്ന് വിധി പറയും. വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. കേസിൽ ജാമ്യത്തിലിറങ്ങിയ ജിതിൻ ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്ന് കാണിച്ചാണ് പോലീസിന്റെ നീക്കം. വിവരങ്ങളുമായി ദിലിഷ തിലകനാണ് കോഴിക്കോട് വന്നു ചേരുന്നത്. ദിലിഷ, വെരി ഗുഡ് മോർണിംഗ്. ഈ ജാമ്യം നഷ്ടപ്പെടുമെന്നൊരു സാഹചര്യമുണ്ടോ? ക്രിസ്റ്റീന, പ്രവിത, ഗുഡ് മോർണിംഗ്. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ജിതിൻ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് ക്രിമിനൽ കേസുകളിൽ പ്രതിയാവുകയും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെ അന്വേഷണ സംഘത്തെ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് SIT ഇത്തരത്തിലൊരു നീക്കം നടത്തിയത്. ജിതിന്റെ ജാമ്യം റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ട ഒരു ഹർജി നൽകുന്നത്. മാത്രമല്ല, ജാമ്യത്തിലിറങ്ങിയ ജിതിന് CPIM സ്വീകരണം നൽകിയ സംഭവത്തിൽ ജിതിനെ 1ാം പ്രതിയാക്കി വടകര പോലീസ് 2 കേസുകളാണ് എടുത്തിട്ടുള്ളത്. അതായത് സർക്കാരിനെയും പോലീസിനെയും വെല്ലുവിളിച്ച് നാട്ടിൽ ലഹള സൃഷ്ടിക്കാൻ ശ്രമം നടത്തി എന്നായിരുന്നു ജിതിനെതിരെ വടകര പോലീസ് രജിസ്റ്റർ ചെയ്ത FIR ഉള്ളത്. എന്തായാലും ഈ കേസിൽ ഇന്ന് മുൻകൂർ ജാമ്യ ഹർജി ഈ കേസിൽ ഇന്ന് എന്തായാലും വിധി പറയുകയാണ്. വടകര ദിലിഷ തിലകനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ ഇന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ഡൽഹിയിൽ നടക്കുന്ന ചർച്ചയിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. മന്ത്രിസഭാ വികസനമാണ് ചർച്ചയിലെ അജണ്ട. നിലവിലുള്ള 20 ഒഴിവുകളിലേക്ക് മന്ത്രിമാരെ തീരുമാനിക്കണം. മന്ത്രിസ്ഥാനത്തിനായി നിരവധി MLAമാർ ഇതിനകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ജാതി സമവാക്യങ്ങളും പ്രാദേശികവാദവും ഉൾക്കൊണ്ടാകും മന്ത്രിസഭാ വികസനമെന്നാണ് സൂചന. അല്ലാത്തപക്ഷം വലിയ പ്രതിസന്ധിയിലേക്ക് കർണാടക കോൺഗ്രസ് പോകും. നിലവിലെ സാഹചര്യത്തിൽ അതൃപ്തരെ പൂർണ്ണമായും ഒപ്പം നിർത്താനുള്ള ശ്രമമാകും DK ശിവകുമാർ നടത്തുക. തമിഴ്നാട്ടിൽ മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുകയാണ്. മുഖ്യമന്ത്രി C. ജോസഫ് വിജയുടെ നേതൃത്വത്തിൽ രാവിലെ 10 മണിക്ക് സെക്രട്ടേറിയറ്റിലാണ് യോഗം. TVK സർക്കാരിന്റെ ആദ്യ ബജറ്റിന് അന്തിമ രൂപം നൽകുകയാണ് പ്രധാന അജണ്ട. ബജറ്റുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുമായി മുഖ്യമന്ത്രി ഇതിനകം തന്നെ ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. പുതിയ ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനവും യോഗത്തിലുണ്ടായേക്കാം. പുതിയ വ്യവസായ പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നതിനും യോഗത്തിൽ ധാരണയാകും. വിദഗ്ധ സമിതി മാറ്റങ്ങൾ നിർദ്ദേശിച്ച മെട്രോമാൻ E. ശ്രീധരന്റെ അതിവേഗ റെയിൽ പാത പദ്ധതിയിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ സാമ്പത്തിക നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടെ മാറ്റം വേണമെന്ന് ചൂണ്ടിക്കാട്ടി ഇന്നലെയാണ് വിദഗ്ധ സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. 40% ക്രൗഡ് ഫണ്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാകുമോ എന്ന് വിദഗ്ധ സമിതി സംശയം പ്രകടിപ്പിച്ചിരുന്നു. മിഷൻ സമുദ്രയുമായി ചേർത്ത് വിഴിഞ്ഞം വരെ പാത നീട്ടണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളിൽ E. ശ്രീധരനുമായി വിശദ ചർച്ചയ്ക്കാണ് സർക്കാർ ഒരുങ്ങുന്നത്. കൂടാതെ 60,000 കോടിയിൽ നിർമ്മാണം പൂർത്തിയാകില്ലെന്ന് വിദഗ്ധ സമിതി വിലയിരുത്തുന്നു. ഒരു വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിൽ ധർമ്മസ്ഥല കേസിൽ കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ച SIT ബെൽത്തങ്ങാടി കോടതിയിലാണ് തലയോട്ടിയും അസ്ഥികളും ഉൾപ്പെടെയുള്ള തെളിവുകളും 7000 പേജുള്ള റിപ്പോർട്ടും സമർപ്പിച്ചത്. കോടതി നിർദ്ദേശപ്രകാരമാണ് കേസിൽ DGP ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിച്ചത്. ധർമ്മസ്ഥലയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടേതുൾപ്പെടെ നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ തുടങ്ങിയ അന്വേഷണമാണ് അന്തിമഘട്ടത്തിലെത്തുന്നത്. കേസിൽ അന്വേഷണം പൂർത്തിയാക്കി SIT കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു.
1 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് തെളിവുകൾ ഉൾപ്പെടെയുള്ള അന്തിമ റിപ്പോർട്ട് ബെൽത്തങ്ങാടി കോടതിയിൽ സമർപ്പിച്ചത്. 12 ഫയലുകൾ അടങ്ങുന്ന 7000-ലധികം പേജുകൾ ഉള്ളതാണ് റിപ്പോർട്ട്. ഇതിനൊപ്പം വീഡിയോ മൊഴികളടങ്ങിയ ഹാർഡ് ഡിസ്കും കോടതിയിൽ സമർപ്പിച്ചു. കേസിൽ 255 സാക്ഷികളാണുള്ളത്. ഫോറൻസിക് ലാബിലേക്ക് അയച്ച തലയോട്ടികൾ, അസ്ഥികൂടങ്ങൾ, മൊബൈൽ ഫോണുകൾ, രേഖകൾ എന്നിവയുൾപ്പെടെ എല്ലാ വസ്തുക്കളും SIT ബെൽത്തങ്ങാടി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതേസമയം വെളിപ്പെടുത്തൽ നടത്തിയ ചിന്നയ്യയുടെ വാദം കേട്ട കോടതി കേസ് ഓഗസ്റ്റ് 29 മാറ്റി. 24 ധർമ്മസ്ഥല. പാലക്കാട് നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസ് ഇന്ന് വീണ്ടും കോടതി പരിഗണിക്കുകയാണ്. പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധിയിൽ 2 ദിവസത്തെ വാദത്തിന് ശേഷമാണ് ഇന്ന് വീണ്ടും കേസ് പരിഗണിക്കുന്നത്. പോത്തുണ്ടി ബോയൻ നഗറിൽ സുധാകരൻ, മാതാവ് ലക്ഷ്മി എന്നിവരെ അയൽവാസി ചെന്താമര കൊലപ്പെടുത്തിയ കേസാണ് വീണ്ടും പരിഗണിക്കുന്നത്. വിവരങ്ങളുമായി ഷാരിഖ് നവാസാണ് ചേരുന്നത്. ഷാരിഖ്, ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട വിശദമായ വാദം കോടതി കേട്ടിരുന്നു. ഇന്നിപ്പോൾ എന്താണ് കോടതിയിൽ സംഭവിക്കാനിരിക്കുന്നത്? ഒപ്പം തന്നെ എപ്പോഴായിരിക്കും അന്തിമ വിധി വരിക? ക്രിസ്റ്റീന പ്രവിത, അതായത് ഇന്ന് പാലക്കാട് ജില്ലാ നിയമസഹായ വേദിയുടെ ഒരു മിറ്റിഗേഷൻ റിപ്പോർട്ട് കോടതി പരിഗണിക്കും. ഇന്ന് ആ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം അതായത് ഈ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ജില്ലാ നിയമസഹായ വേദിയിലെ 3 അഭിഭാഷകരാണ്. 3 പേരും ഈ റിപ്പോർട്ട് തനിയെയാണ് സമർപ്പിക്കുക. അവരുടെ 3 പേരുടെയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി, അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൽ അവർ കണ്ടെത്തുന്ന കാര്യങ്ങളാണ് 3 പേരും തനിച്ച് ഈ കോടതിക്ക് മുൻപാകെ സമർപ്പിക്കുക. അത് ഇന്ന് സമർപ്പിക്കുമെന്നാണ് കരുതുന്നത്. ഈ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം പ്രതിഭാഗത്തും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും ഇത് സംബന്ധിച്ചുള്ള വാദങ്ങൾ പറയാനുണ്ടാകും. അതും കൂടി കേട്ട ശേഷം കോടതി അതായത് വിധി പറയേണ്ട ഒരു തീയതി പ്രഖ്യാപിക്കും. അത് ഒന്നില്ലെങ്കിൽ നാളെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുകയായിരിക്കും ഇന്ന് ഉണ്ടാവുക. എന്തായാലും ഈ കേസ് ഇന്ന് ആദ്യമായിട്ട് തന്നെ പരിഗണിക്കുമെന്നാണ് കരുതുന്നത്. അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ ഏറ്റവും ബാക്കിയുള്ള കേസുകൾ പരിഗണിച്ച ശേഷം ഒരു ഉച്ചയോടുകൂടി വീണ്ടും പരിഗണിക്കാനാണ് സാധ്യത. എന്തായാലും പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് 2025 ജനുവരി 27 നെന്മാറ പോത്തുണ്ടി ബോയൻ നഗറിലുണ്ടായ ഇരട്ടക്കൊലപാതക കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത്. കേസിൽ ഏക പ്രതി മാത്രമാണുള്ളത്, ചെന്താമര. അപ്പൊ ചെന്താമരെ ഇന്ന് ഹാജരാക്കുക വീഡിയോ കോൺഫറൻസിംഗ് വഴി മാത്രമായിരിക്കും. അതും ഇന്നലെ ജഡ്ജി എടുത്ത് പറയുകയുണ്ടായി. ഇന്ന് അദ്ദേഹത്തിന്റെ റിമാൻഡ് നീട്ടിയിട്ടുണ്ട്. അയാൾ ഇപ്പോൾ നിലവിലുള്ളത് മലമ്പുഴ ജില്ലാ ജയിലിലാണ്. അവിടെ നിന്ന് വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാക്കുക മാത്രമാണ് ചെയ്യുക. ചെന്താമരയെ ഇന്ന് നേരിട്ട് കോടതിയിൽ എത്തിക്കില്ല. അത്തരത്തിൽ ഇന്ന് ഈ റിപ്പോർട്ടിന് മേലുള്ള വാദം നടന്ന ശേഷം ഇതും കൂടി കേട്ട ശേഷം കോടതി അടുത്ത ദിവസങ്ങളിലേക്ക് ഈ വിധി പറയുകയാണ് ഉണ്ടാവുക എന്നാണ് നമ്മൾ കരുതുന്നത്. ക്രിസ്റ്റീന പ്രവിത. കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസാണ് ഇന്ന് വീണ്ടും കോടതി പരിഗണിക്കുന്ന. ശിക്ഷാവിധി ഉടൻ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ക്യാൻസർ മരുന്നിന്റെ വില കുറയ്ക്കണമെന്ന ആവശ്യത്തിൽ വിദഗ്ധ അഭിപ്രായം തേടി ഹൈക്കോടതി. റിബോസി ക്ലിബ് എന്ന മരുന്നിന് ബദലായി പൽബോസി ക്ലിബ് എന്ന മരുന്ന് ഉപയോഗിക്കാനാകുമോ എന്നാണ് കോടതി ആരാഞ്ഞത്. 1 മാസത്തെ റിബോസി ക്ലിബ് മരുന്നിന് 78,000-ഓളം രൂപ വേണ്ടിവരും. അർബുദബാധിതയായ തൃപ്പൂണിത്തുറ സ്വദേശി സരോജം 2022 ആരംഭിച്ച നിയമപോരാട്ടമാണ് ഇന്നും തുടരുന്നത്. സരോജം മരിച്ചെങ്കിലും ഭർത്താവ് നിയമപോരാട്ടവുമായി മുന്നോട്ടു പോവുകയാണ്. ഇതിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ. റിബോസിക്ലിബാണ് അർബുദബാധിതർ പൊതുവെ ഉപയോഗിക്കുന്ന മരുന്ന്. 1 മാസം ഈ മരുന്ന് വാങ്ങണമെങ്കിൽ 78,000 രൂപയാണ് ചിലവ്. 2022-നേക്കാൾ 17,000 രൂപ വർദ്ധിച്ചു. പേറ്റന്റ് ആക്ട് വകുപ്പ് 92(100) പ്രകാരം നിർബന്ധ ലൈസൻസോ സർക്കാർ ഏറ്റെടുക്കലോ വേണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. എന്നാൽ കമ്പനിയുടെ വാദം ഇങ്ങനെ: വില കുറഞ്ഞ പാൽബോസിക്ലൈബ് ജനറിക് വിഭാഗത്തിൽ ലഭ്യമാണ്. ഈ പശ്ചാത്തലത്തിലാണ് റിബോസിക്ലിബിന് ബദലായി പൽബോസിക്ലിബ് ഉപയോഗിക്കാനാവുമെന്നതിൽ വിദഗ്ധ അഭിപ്രായം തേടിയത്. കോടതിയുടെ ഇടപെടലിന് ഏറെ പ്രതീക്ഷയോടെയാണ് ഹർജിക്കാരനും രോഗബാധിതരും നോക്കിക്കാണുന്നത്. 21-ന് ഹർജി വീണ്ടും പരിഗണിക്കും. 24 കൊച്ചി. ഒരിക്കൽ കൂടി മാസ് കംബാക്ക് നടത്തിയതിന്റെ ആവശ്യത്തിലാണ് അർജന്റീന ആരാധകർ. ഇത്തവണ കപ്പ് ഉയർത്തും എന്നാണ് ആരാധകർ പറയുന്നത്. കൊച്ചിയിലെയും മലപ്പുറത്തെയും ആവേശ കാഴ്ചകളിലേക്കാണ് ഇനി. അർജന്റീന അങ്ങനെ ബ്രിട്ടീഷ് കപ്പലിനെയും മുക്കിക്കൊണ്ട് ഫൈനലിലേക്ക് ആ നീലപ്പട കുതിച്ചു കയറുകയാണ്. പൊരുതി നേടിയ വിജയമെന്ന് നിസ്സംശയം പറയാം. അതിന്റെ ആഘോഷം അലതല്ലുകയാണ് കൊച്ചിയിലും. അതാ നീലപ്പട ആഘോഷത്തിന്റെ രാവാണിത്. ഇതാ ഈ ഒരു രാവ് അങ്ങനെ വീണ്ടും അർജന്റീന ഫൈനലിലേക്ക് കടക്കുമ്പോൾ അലതല്ലുന്ന ആവേശത്തിലേക്ക് പോവുകയാണ്. എങ്ങനെയായിരുന്നു കളി? അവസാന നിമിഷത്തിലേക്ക് വീണ്ടും തിരിച്ചു. സൂപ്പർ കളി. ഇതാണ് പ്രതീക്ഷ. കിടിലം കളി അടിപൊളി. ഏതാ ചേഞ്ച്?
കരുതിയോ? ഇല്ല, ഞങ്ങൾ രാവിലെ പറഞ്ഞല്ല ഞങ്ങൾ ജയിക്കൂന്ന്. ഞങ്ങൾ ഇപ്പൊ ജയിച്ച് ഞങ്ങളുടെ മെസ്സി മുത്തണ്ടല്ല കപ്പെടുത്തിട്ടേ പോളൂ. ഒരു പോക്കൂല്ല. അർജന്റീന എല്ലാ കളിക്കും തന്നെ അവസാന നിമിഷം ഗോൾ തിരിച്ചു വരും. 40 മത്സരം മെസ്സി വീണ്ടും കപ്പ് തൂക്കും. നീലക്കടലിന്റെ രാജാവ് ഒരാൾ മതി. ഒരിക്കൽ കൂടി മിശിഹ അവതരിച്ചിരിക്കുന്നു. അത്ര വലിയ ആവേശത്തിന്റെ നദക്കടൽ, നീലക്കടൽ അലയടിക്കുകയാണ്. അങ്ങനെ കിട്ടിയ കപ്പ് തിരിച്ചു കൊടുക്കില്ലെന്ന് ഉറപ്പിച്ച് അർജന്റീന വീണ്ടും ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാ ഇവിടെ ഈ നീലക്കടൽ അതിന്റെ തിരമാലകൾ അലയടിക്കുകയാണ്. നല്ലൊരു കളി സ്പെയിനായിട്ടുണ്ടാവും എന്തായാലും. അതല്ല, ഈ വേൾഡ് കപ്പിൽ അവസാനം തിരിച്ചടിക്കുന്ന ഒരേ ടീം അർജന്റീന മാത്രമാണ്. അർജന്റീനയുടെ മത്സരം കാണുന്നത് ഒരു ത്രില്ലിംഗ് മത്സരം കാണുന്നത് പോലെയാണെന്ന് ഇതാ ഈ നീലപ്പട അടിവരയിടുന്നു. എതിരായി നിന്ന എല്ലാ ടീമുകളെയും നിലംപരിശാക്കിക്കൊണ്ടിതാ ഫൈനലിലേക്ക് ആ നീലപ്പടയുടെ മെസ്സിയുടെ ടീമിന്റെ കുതിപ്പാണ് കുതിപ്പ്. അങ്ങനെ അർജന്റീന ആരാധകർ കാത്തിരുന്നതെന്തോ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ആദ്യ 50 മിനിറ്റുകളിൽ വലിയ ഉദ്യോഗം നിലനിന്നിരുന്നെങ്കിലും വലിയ ആശങ്കകളൊക്കെ നിലനിന്നിരുന്നെങ്കിലും അവസാന 10 മിനിറ്റിലാണ് അർജന്റീനയുടെ യഥാർത്ഥ കളി കാണാൻ കഴിയുക എന്ന് ആരാധകരൊക്കെ പറയുന്നത് പോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല കളി, അന്തം വിട്ട കളി. ഏത് ടീമിനും പറപ്പിക്കാൻ പറ്റിയ മെസ്സി ടീം അർജന്റീന നല്ല ഡീസന്റ് ആയിട്ട് കളിച്ച് ജയിച്ചു. ഇനി ബ്രസീലിന് വണ്ടി വിടാ. അടിപൊളി മത്സരം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.